ഹലോ നമസ്കാരം. കെ സ്മാർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പെർമിറ്റാണ്. അതായത് ഓണർഷിപ്പ് ചേഞ്ച്. നിലവിൽ ഒരാളെ പേരിലുള്ള ബിൽഡിംഗ് പെർമിറ്റ് വേറൊരാൾക്ക് കൊടുക്കുന്ന ഒരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പെർമിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം പോസ്റ്റ് പെർമിറ്റ്സ് ആൻഡ് അപ്രൂവൽസ് എന്നാണ് അവിടെ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ ലിസ്റ്റ് ഓഫ് അപ്രൂവ്ഡ് പെർമിറ്റ്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പെർമിറ്റ് കിട്ടിയ സിറ്റിസൺ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും നമുക്ക് പെർമിറ്റ് അപ്രൂവലായിട്ടുണ്ടാകും. അപ്പോൾ ഡേറ്റും കാര്യങ്ങളും എല്ലാം അതിലുണ്ട്. ഇമ്പോർട്ട് ചെയ്ത ഫയലാണ്, അതായത് കംപ്ലീഷൻ കൊടുത്തിട്ടില്ല, ഇമ്പോർട്ട് ചെയ്തൊരു ഫയലാണ്. അപ്പോൾ അതാണ് നമ്മൾ വേറൊരു വ്യക്തിക്ക് നമ്മൾ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സിറ്റിസൺ ലോഗിനിൽ കയറുക. ഏത് വ്യക്തിയുടെ പേരിലാണോ പെർമിറ്റ് എടുത്തത് ആ വ്യക്തിയുടെ സിറ്റിസൺ ലോഗിനിൽ കയറിയിട്ട് വേണം നമ്മൾ ഈ അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കാം, ഇതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പെർമിറ്റ് കിട്ടിയതിൻ്റെ ഡേറ്റ്, പെർമിറ്റ് നമ്പർ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാതെ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാണ്. ഇമ്പോർട്ട് ചെയ്ത ഫയൽ, അതിൻ്റെ എത്രയാണ് ഫീസ്, കാര്യങ്ങൾ, എത്ര സ്ക്വയർ ഫീറ്റ് അല്ല എം സ്ക്വയർ എത്രയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെർമിറ്റ് കിട്ടിയതിൻ്റെ ഒരു ലിസ്റ്റാണ് നമ്മൾ കാണിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ബ്ലൂ ബട്ടൺ, ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അപേക്ഷാ ഫീസും അതുപോലെ പെർമിറ്റ് ഫീസൊക്കെ അതിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തത് മൂന്നാമത്തെ ഓപ്ഷൻ അപ്രൂവ്ഡ് ഡ്രോയിങ്സ് ആണ്. അപ്പോൾ നമുക്ക് ഡ്രോയിങ്ങുകളൊക്കെ നമുക്കിതിൽ ഇവിടെ വന്നിട്ട് ഒന്ന് നോക്കാം. ജസ്റ്റായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഫയലാണ്, ജസ്റ്റൊക്കെ ഒന്ന് നോക്കാം എല്ലാം കൊടുത്തതൊക്കെ കറക്റ്റാണോ എന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നാലാമതായിട്ട് കറണ്ട് ലൈസൻസി ഡീറ്റെയിൽസാണ്. അപ്പോൾ എൻജിനീയറിൻ്റെ നമ്മളെ ലൈസൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. അതായത് ഇമ്പോർട്ട് ചെയ്ത ഡ്രോയിങ് ആണ് അടുത്തത്. ഇമ്പോർട്ട് ചെയ്ത ഡ്രോയിങ്ങിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര എം സ്ക്വയർ ഉണ്ട് ഏരിയ എന്നുള്ളത്, പിന്നെ ലൈസൻസിയുടെ ഫുൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. അടുത്തതെന്ന് പറയുന്നത് മാപ്പ് വ്യൂ ആണ്. അപ്പോൾ നമ്മൾ മാപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വന്നിട്ട് കാണാവുന്നതാണ്. ജസ്റ്റ് നമ്മളിത് ഇമ്പോർട്ട് ചെയ്ത ഫയൽ ജസ്റ്റ് ഒന്ന് നോക്കുന്നേ ഉള്ളൂ. നമ്മളെ മെയിൻ ഓപ്ഷനിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഇതെല്ലാം ഓക്കെ ആയതിനു ശേഷം നമ്മൾ പ്രൊസീഡ് അടിച്ച് കഴിഞ്ഞാലാണ് നമ്മൾ അടുത്തൊരു സ്റ്റേജിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ ഓപ്ഷനിലേക്ക് കടന്നിരിക്കുകയാണ്. ട്രാൻസ്ഫർ ഓഫ് പെർമിറ്റ് സിറ്റിസൺ. അതിൽ അപ്ലിക്കേഷൻ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു അപ്ലിക്കേഷൻ നമ്പറായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇമ്പോർട്ട് ചെയ്ത അപ്ലിക്കേഷൻ നമ്പർ വേറെയും, നമ്മളിപ്പോൾ ഈ ട്രാൻസ്ഫർ ഓഫ് പെർമിറ്റ് സിറ്റിസൺ എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ നമ്പറും വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ ഓണറിൻ്റെ പേര്, ആദ്യത്തെ ഓണറിൻ്റെ പേര്, കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. അതിൽ SCP ആയിട്ടാണ് നമ്മൾ എടുത്തത്, അതായത് സെൽഫ് സർട്ടിഫൈഡ് ബിൽഡിംഗ് പെർമിറ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായി പെർമിറ്റ്. അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. അത് നേരെ നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പെർമിറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ സെൽഫ് സർട്ടിഫൈഡ്, പിന്നെ
ആ ക്ലയൻറ്റിൻ്റെ പേര് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പ്രൊസീഡ് അടിക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർമിറ്റ് ഹിസ്റ്ററിയാണ്. അപ്പോൾ നമ്മളിത് പ്രൊസീഡ് അടിച്ച് നേരെ പെർമിറ്റ് ഹിസ്റ്ററിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? നമ്മളെ ഈ സതീദേവി എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരിലാണ് പെർമിറ്റ് അപ്രൂവ്ഡ് ആയിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ആ അപ്രൂവ്ഡ് പെർമിറ്റ് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് നമ്മൾ കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ പെർമിറ്റ് എടുക്കുന്ന ഒരു ഇതുതന്നെയാണ്. എല്ലാ സാധനങ്ങളും എല്ലാം അതിനുണ്ട്. ഇമ്പോർട്ട് ചെയ്ത പെർമിറ്റാണ്, സെൽഫായിട്ട് എടുത്ത പെർമിറ്റിൻ്റെ ഇമ്പോർട്ട് ചെയ്ത ഒരു ഫയലാണത്. അപ്പോൾ ഞാനത് മെയിൻ പേജിലേക്ക് വന്നു. എന്നിട്ട് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് പോയി നോക്കി. ട്രാൻസ്ഫർ ഓഫ് പെർമിറ്റിൻ്റെ അതിലേക്ക് പോയി നോക്കി. ഇത് കാര്യമുള്ള പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് നോക്കിയെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കഴിഞ്ഞ് അത് വിട്ടു. അത് പ്രൊസീഡ് അടിച്ച് കൊടുക്കാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലോട്ട് ആൻഡ് എക്സിസ്റ്റിംഗ് ഓണർ ഡീറ്റെയിൽസ്. അതായത് പെർമിറ്റ് എടുത്ത ആ വ്യക്തിയുടെ അല്ലെങ്കിൽ സിറ്റിസൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അതിൽ നമ്മൾ എന്താണ് ഡീഡ്, അതായത് ഓണർഷിപ്പ്, ആധാരം, ആ ആധാരത്തിൻ്റെ ഡീറ്റെയിലാണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ പ്ലോട്ട് ഡീറ്റെയിൽസാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓണർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ്. പൊസഷൻ ഉണ്ട്, ലാൻഡ് ടാക്സ് ഉണ്ട്, ഓണർ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ പ്രൊസീഡ് അടിച്ച് കൊടുത്തു. അടുത്തത് ന്യൂ ഓണർ ഡീറ്റെയിൽസ് എന്നാണ്. അതായത് പെർമിറ്റ് എടുത്ത സിറ്റിസൺ വേറൊരു വ്യക്തിക്ക് അത് പെർമിറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ന്യൂ ഓണർ ഡീറ്റെയിൽസിലേക്ക് പോയി. അപ്പോൾ ആരാണോ മേടിക്കുന്നത് ആ ആളുടെ പേരിലേക്ക് ഈ പെർമിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഓണർ ഡീറ്റെയിൽസിൽ വന്നിട്ട് അതിൽ പ്രൈവറ്റ് ഓർ ഇൻഡിവിജ്വൽ പറയുന്നുണ്ട്. അതുപോലെ എത്ര പേരിലേക്കാണ് മാറ്റേണ്ടത്. ആധാരം 2 പേരിലേക്കാണ് മാറ്റേണ്ടത് നമ്മൾ. അപ്പോൾ ആ 2 ടൈപ്പ് ചെയ്ത് കൊടുത്തു. നേച്ചർ ഓഫ് ഓണർഷിപ്പ് എന്താണെന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ഓർ ഇൻഡിവിജ്വൽ, 2 നമ്പർ, 2 സിറ്റിസൻ്റെ പേരിലേക്കാണ് നമ്മൾ മാറ്റേണ്ടത്. അതുപോലെ ഏരിയ സ്ക്വയർ മീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്പർ ഓഫ് ഓണേഴ്സ്. അപ്പോൾ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു. അടുത്തത് വരുന്നത് നേച്ചർ ഓഫ് പൊസഷൻ, അതുപോലെ സെൽഫ്, മറ്റേ ലോൺ, ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട്, ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്, ഇമെയിൽ ചോദിക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നമ്മൾ കൊടുക്കാം. ഇവിടെ നമ്മൾ ആധാർ നമ്പറാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഫോൺ നമ്പറുണ്ട്, ഇമെയിലുണ്ട്, അത് ഏതെങ്കിലും ഒന്ന് മതി. അപ്പോൾ ആധാർ നമ്പറാണ് നമ്മളവിടെ അടിച്ചു കൊടുക്കുന്നത്. അതുപോലെ ഇമെയിൽ നമ്പർ ഉണ്ടെങ്കിൽ ഇമെയിൽ ഏതായാലും മതി. എന്നിട്ട് നമ്മളത് സെർച്ച് ചെയ്യണം. അപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹരിദാസൻ യു എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആധാർ കാർഡാണ് ഇതിൽ ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വന്നു. പിന്നെ നമ്മൾ ലൊക്കേഷൻ, പിന്നെ ലോക്കൽ ബോഡി, അതുപോലെ നമ്മളെ സ്ഥലം ഒക്കെ എവിടെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ അടിച്ചു കൊടുക്കാം. ലോക്കൽ ബോഡി എവിടെയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഷൊർണൂരാണ് വരുന്നത്. അപ്പോൾ ഷൊർണൂർ അവിടെ വരും. സോണൽ ഓഫീസ് മെയിൻ ഓഫീസാണ് വരിക. നമ്മൾ സെർച്ച് ചെയ്തിട്ട് നോക്കിയിട്ട് കാണാമല്ല. അപ്പോൾ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഷൊർണൂരിൽ. അപ്പോൾ ഷൊർണൂർ വന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആരുടെ പേരിലേക്കാണ് മാറ്റേണ്ടത് അവരെ സ്ഥലം കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ വാർഡ് നമ്പർ
ഇവിടെ 29 മഞ്ഞക്കാടാണ് വരുന്നത്. അപ്പോൾ അതവിടെ ടൈപ്പ് ചെയ്തു. അതൊരു ഡോർ നമ്പർ വേണം. അവർ നിലവിലുള്ള ഡോർ നമ്പറാണ് കേട്ടോ. അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡോർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഹൗസ് നെയിമാണ്. അപ്പോൾ ഹൗസ് നെയിം നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ സാധനം എന്തെങ്കിലും പ്രശ്നത്തിൽ പിന്നെ അത് നാളത്തേക്ക് വലിയൊരു പ്രോബ്ലമായി മാറും കേട്ടോ. കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് സ്പെല്ലിംഗ് ഒന്നും തെറ്റിക്കാതെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉണ്ണിയാലിൽ ചോട്ടിൽ നിന്നാണ് അവർ വീട്ടിൽ അഡ്രസ്സ്. അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞാൽ സ്ട്രീറ്റ് നെയിമുണ്ട്, ലോക്കൽ പ്ലേസ് ഉണ്ട്, മെയിൻ പ്ലേസ് ഉണ്ട്, പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പോസ്റ്റ് ഓഫീസ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പിൻ നമ്പറൊക്കെ വരും. അത് കഴിഞ്ഞ് ഇമെയിൽ, ആധാർ നമ്പർ, മൊബൈൽ നമ്പറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. അപ്പോൾ നമ്മൾ കൊടുത്തതൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്യാണ്. ഇവിടെ സെർച്ച് ആഡ് സിറ്റിസൺ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി നമ്മൾ കൊടുത്തൊക്കെ ശരിയാണോ എന്നുള്ളതൊന്ന് എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. എല്ലാം ടൈപ്പ് ചെയ്തതിനു ശേഷം ഒന്നുകൂടി ചെക്ക് ചെയ്യണം. എല്ലാം ശരിയാണോ നോക്കുകയാണെങ്കിൽ അത് സേവ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അത് നമ്മൾ സേവ് കൊടുത്തു. അപ്പോൾ ഒന്നാമത്തെ സിറ്റിസൺ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇനി നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ സിറ്റിസൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ 2 ഓണർമാരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ആധാർ നമ്പറിൻ്റെ അവിടെ അടുത്ത വ്യക്തിയുടെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സിറ്റിസൺ ഇതിലുണ്ടോ ഇല്ലേ എന്ന് അറിയണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ സിറ്റിസനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് സിറ്റിസൺ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഇതിൽ വന്നിട്ട് ആധാർ നമ്പർ അടിച്ച് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോഴാണ് സിറ്റിസൺ ഫൗണ്ട് ആവുള്ളൂ. അല്ലെങ്കിൽ സിറ്റിസൺ നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് അവിടെ സംഭവിച്ചായിരുന്നു. സിറ്റിസൺ നോട്ട് ഫൗണ്ട് എന്നാണ്. അപ്പോൾ ഒന്നുകൂടി സെർച്ച് ചെയ്തിട്ട് ഒന്നുകൂടി നോക്കുകയാണ് സിറ്റിസൺ അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇതിൽ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോഴും നമുക്ക് കാണിക്കുന്ന റിസൾട്ട് നോട്ട് ഫൗണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ആ സിറ്റിസൺ രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്രയും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സിറ്റിസനെ വിളിക്കുകയാണ്. സിറ്റിസനെ വിളിച്ചിട്ട് അവരെ സിറ്റിസൺ ലോഗിൻ ഐ ഡി മേടിച്ചിട്ട് OTPക്ക് വേണ്ടിയിട്ടാണ് നമ്മളവരെ കോൾ ചെയ്യണത്. എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ചെയ്തിട്ട് പ്രൊസീഡ് അടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും.
അതിൽ ഓണർ ടൈപ്പ് ഇൻഡിവിജ്വലാണ്, അതുപോലെ നേച്ചർ ഓഫ് ഓണർ അവർ പേര് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഇവിടെ നെയിം ഉണ്ടാവും. ഇത് നമുക്ക് വാലിഡേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു OTP പോകുന്നതായിരിക്കും. അപ്പോൾ OTP സെൻഡ് ചെയ്യുക സിറ്റിസണിന്. അപ്പോൾ ആ OTP കിട്ടിയതിന് ശേഷം നമ്മളത് ഗോ ബട്ടൺ അമർത്തിയിട്ട് യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് വാലിഡേറ്റ് ആയിട്ടുണ്ടാവും, സിറ്റിസൺ വാലിഡേറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഫോർവേഡ് ടു ഓണേഴ്സാണ് കിടക്കുന്നത്. അത് നേരെ ഓണറിന് ഫോർവേഡ് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ വ്യക്തിയുടെ പേര് പ്രീത എന്നാണ്. അപ്പോൾ ഹരിദാസൻ യു ആൻഡ് പ്രീത ഒ. അപ്പോൾ 2 സിറ്റിസൺ ലോഗിനും നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് OTP മേടിച്ച് രണ്ടും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്കൊരു OTP പോകണം. സതീദേവി ഒരു OTP പോകണം. ആ OTP പോയി കഴിഞ്ഞാൽ മാത്രമാണ് ഇവരെ പെർമിറ്റ്, ഫസ്റ്റ് ഓണറിൻ്റെ പെർമിറ്റ് ഈ രണ്ടാമത്തെ ഓണേഴ്സിലേക്ക് പോവുള്ളൂ. അപ്പോൾ നമ്മളത് OTP അവർ വിളിച്ച് ചോദിച്ച് OTP ഓക്കെ സെറ്റായി സേവ് ആയിട്ടുണ്ട്, വാലിഡേറ്റ് ആയിട്ടുണ്ട്. സതീദേവി എസിൻ്റെ സിറ്റിസൺ വാലിഡേറ്റഡ് ആയിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഫോർവേഡ് ടു ന്യൂ ഓണേഴ്സ് എന്നുകൊണ്ട് കിടക്കുന്നുണ്ട്. അത് അവർക്ക് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ 2 ലോഗിലും പോയിട്ട് ഇത് കിടക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ഓണറെ വിളിക്കുക, പിന്നെ രണ്ടാമത്തെ ഓണറെ വിളിച്ചിട്ട് അവരെ ലോഗിൻ ID മേടിച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ആദ്യത്തെ ഓണർ വിളിച്ച് അവർ ലോഗിൻ ID മേടിച്ച് OTP ചെയ്ത് അതിൽ കയറി അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ അത് സെറ്റാവും. അതുപോലെ രണ്ടാമത്തെ ആളെയും മേടിച്ചിട്ട് നമുക്ക് സെറ്റാകും. ഇതിപ്പം ഈ സതീദേവി ന്യൂ ഓണേഴ്സിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവരെ ലോഗിനിൽ കയറിയിട്ട് വേണം അടുത്ത പണി എന്താണെന്ന് നോക്കാം. ഒരു OTP ചോദിക്കും, ഇനി ഒരു OTP കൂടിയും വരും. ഇത് നമ്മൾ ഫസ്റ്റ് പെർമിറ്റ് ഓണർ ഉണ്ടല്ലോ, അവർ സൈറ്റിൽ ഒന്നും കൂടിയും കയറിയിട്ട് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണുള്ളൂ. അപ്പോൾ എല്ലാം പറഞ്ഞിരിക്കുന്ന എല്ലാം ഓക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യാം. അതിനുശേഷം പ്രൊസീഡ് അടിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് വാലിഡേറ്റ് ഓണേഴ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഹരിദാസ് ഏട്ടനെ വിളിച്ചിട്ട് നമ്മൾ ആൾക്ക് ഒരു OTPക്ക് വേണ്ടിയിട്ട് ആളെ നമ്മൾ വിളിക്കുകയാണ്. ആൾ വിളിച്ചിട്ട് നമ്മൾ ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ആൾ വാലിഡേറ്റ് ആവുന്നതാണ്. അതുപോലെ രണ്ടാമത്തെ ഓണറേയും ഇതുപോലെ നമ്മൾ വിളിച്ചിട്ട് OTP മേടിച്ച് വാലിഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഓണറിൻ്റെ പെർമിറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന 2 വ്യക്തികൾക്കാണ് ഈ പെർമിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ആളെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ആളെ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ആളെ ലോഗിനിലും കയറിയിട്ട് വേണം ഇത് ചെയ്യാൻ. സിറ്റിസൺ ലോഗിനിൽ കയറിയിട്ട് വേണം 2 ആളെ ലോഗിനിലും കയറിയിട്ട് ഈ ഫുൾ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, കാര്യങ്ങൾ, ആധാർ നമ്പർ എല്ലാം അടിച്ചിട്ട് നമ്മളത് സെറ്റാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ട്രാൻസ്ഫർ പെർമിറ്റ് മുനിസിപ്പാലിറ്റിയിലേക്ക് എൻജിൻ സെക്ഷനിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ നമ്മൾ പുതിയൊരു സിറ്റിസൺ ലോഗിൻ, അതായത് ട്രാൻസ്ഫർ ചെയ്യുന്ന 2 വ്യക്തികൾക്കാണ്. ആ 2 വ്യക്തികളെയും ഓരോന്നായിട്ട് നമ്മൾ അവരെ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മളിവിടെ അവരെ ഡോക്യുമെൻറ്റ്സുകൾ, ട്രാൻസ്ഫർ ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ആധാരം, പൊസഷൻ, ലാൻഡ് ടാക്സ്, അതൊക്കെ പുതിയ ഓണേഴ്സിൻ്റെ പേരിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അതൊരു ഫോൾഡറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഡീഡ് 6 MB കൂടുതലുണ്ട്, അപ്പോൾ അത് ഇതിൽ അറ്റാച്ച് ആവില്ല. അപ്പോൾ ഞാൻ കംപ്രസ് ചെയ്തിട്ട് 3 ആക്കിയിട്ട് ആ ഒരു ഡീഡാണ് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നത്. അതുപോലെ പൊസഷൻ അറ്റാച്ച് ചെയ്യണം, ലാൻഡ് ടാക്സ് അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഡീഡ് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം പൊസഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. വേറെ ഒന്നുമല്ല, ഡേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മളെടുത്ത പൊസഷൻ സർട്ടിഫിക്കറ്റ് അത് തന്നെയാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ ലാൻഡ് ടാക്സും അതുപോലെ തന്നെ ഡേറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്യുക. അതുപോലെ അതേഴ്സ്, നിലവിലുള്ള പ്ലോട്ടിൽ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ, എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതേഴ്സിൽ കൊടുക്കാവുന്നതാണ്. ബേസിക് ഡീറ്റെയിൽസിൽ വന്നിട്ട് ഡീഡ് നമ്പർ, രജിസ്ട്രേഷൻ ഡേറ്റ്, രജിസ്റ്റർ ഓഫീസൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡീഡ് ഓപ്പൺ ചെയ്തിട്ട് അതിലുള്ള നമ്പറും ഡേറ്റും രജിസ്റ്റർ ഓഫീസൊക്കെ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പൊസഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ, അതിൻ്റെ ഡേറ്റ്, തണ്ടപ്പേർ നമ്പർ, ഇതൊക്കെ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് അടിച്ചു കഴിഞ്ഞാൽ 5ാമത്തെ വാലിഡേറ്റ് ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ട് വരും. അതിൽ 2 സിറ്റിസൻ്റെ മൊബൈൽ നമ്പറും നെയിമും വരും. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സിറ്റിസൻ്റെ ലോഗിൻ ഐ ഡിയിലേക്ക് ഒരു OTP പോകും. OTP കൊടുത്ത് ഗോ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ പെർമിറ്റിലെ ഫസ്റ്റ് ഓണറിൻ്റെ ഡീറ്റെയിൽസൊക്കെ സേവ് ആവുന്നതാണ്. അതിനുശേഷം നമ്മൾ 2ാമത്തെ ഓണറിൻ്റെ സിറ്റിസൺ ലോഗിൻ എടുത്തതിന് ശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും ടൈപ്പ് ചെയ്തതിന് ശേഷം OTP കൊടുക്കുക. ആ OTP കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ഇപ്പോൾ ചെയ്ത പോലെ ഫസ്റ്റ് ഓണർ പോലെ തന്നെ സെക്കൻഡ് ഓണറും ട്രാൻസ്ഫർ പെർമിറ്റ് വാലിഡേറ്റ് ആവുന്നതാണ്. അതിനുശേഷം ന്യൂ ഓണർ ഡീറ്റെയിൽസ് തന്നെ ഹൗസ് നെയിം, സ്ട്രീറ്റ് നെയിം, ലോക്കൽ നെയിം, അതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ മെയിൻ പ്ലേസ്, പോസ്റ്റ് ഓഫീസ്, പിൻ നമ്പർ, ഇമെയിൽ, ആധാർ നമ്പർ, മെയിൽ ഐ ഡിയും ആധാർ നമ്പറും ഒക്കെ സേവ് ചെയ്തതിനു ശേഷം പ്രൊസീഡ് അടിച്ചു കൊടുക്കുക. പ്രൊസീഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാലിഡേറ്റ്സ് ഓണേഴ്സിലേക്ക് വരും. അപ്പോൾ പെർമിറ്റ് എടുത്ത ഓണറായിരിക്കും മെയിൻ ഉണ്ടാവുക. ആ പെർമിറ്റ് എടുത്ത ഓണറെ മൊബൈൽ നമ്പർ വെച്ചിട്ട് OTP പോവും. എന്നിട്ട് OTP പോയതിനു ശേഷം 50 അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. അതിൽ എസ് എന്ന് കൊടുക്കുക. എസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഈ ഫസ്റ്റ് ഓണറെ, പെർമിറ്റ് ഓണറെ
വാലിഡേറ്റ്സ് ആയിട്ടുണ്ടാവും. ട്രാൻസ്ഫർ ഫോർമാറ്റ് വാലിഡേറ്റ്സ് ആയിട്ടുണ്ടാവും. അത് നേരെ ഫോർവേഡ് ടു ഓണേഴ്സിലേക്കാണ് അത് പോവുക. അതിനുശേഷം ഫോർവേഡ് ടു ന്യൂ ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. സബ്മിറ്റ് ആപ്ലിക്കേഷൻ ടു ന്യൂ ഓണർ എന്ന് പറഞ്ഞിട്ട് പോകും. അത് സക്സസ് ആയിട്ടുണ്ടാവും. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് പെർമിറ്റ് ഓണറെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതിൽ പെർമിറ്റ് ട്രാൻസ്ഫർ എന്ന് ആയിട്ടായിരിക്കും അതിൽ കാണുന്നുണ്ടാവുക. അതിനുശേഷം അത് ലോഗൗട്ട് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് സിറ്റിസൺ, അതായത് പെർമിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന രണ്ടാമത്തെ വ്യക്തിയിലേക്ക്. അപ്പോൾ അവർ ലോഗിൻ നമ്മളൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കുക, എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണോ ഒരു ഒ ടി പി കൂടി വരിക, ചെക്ക് ചെയ്യാം. അപ്പം തന്നെ വരും. അപ്പോൾ നമ്മളത് ഫസ്റ്റ് സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് പ്രൊസീഡ് അടിച്ചിട്ടുണ്ട്. അതുപോലെ പെർമിറ്റ് ഹിസ്റ്ററിയും പ്രൊസീഡ് അടിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പ്ലോട്ട് ആൻഡ് എക്സിസ്റ്റിംഗ് ഓണർ ഡീറ്റെയിൽസും നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അതും പ്രൊസീഡ് അടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സിറ്റിസൺ, അതായത് ട്രാൻസ്ഫർ ഓഫ് പെർമിറ്റ് ആർക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ 2 പേര് ലോഗിൽ കയറിയിട്ട് നമ്മളിതുപോലെ എല്ലാം ഓക്കെ ആണോ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. എല്ലാത്തിലും ടിക്ക് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. 1 to 6 വരെ ഉണ്ട്. അതിൽ നമ്മൾ 4ാമത്തേലാണ് നിൽക്കുന്നത്. റിവൈസ്ഡ് പ്ലോട്ട് ആൻഡ് ഓണർ ഡീറ്റെയിൽസ്, അതും വെരിഫൈ ചെയ്തിട്ടുണ്ട്, അതും ഓക്കെ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം വാലിഡേറ്റ്സ് ഓണേഴ്സാണ്. OTP പോകണം. രണ്ടാമത്തെ സിറ്റിസൺ, അതായത് ആരാണോ വാങ്ങുന്നത് അവർക്ക് അതുകൂടി പോയി കഴിഞ്ഞാൽ വാലിഡേറ്റ്സ് ആവും. യെസ് എന്നടിക്കാം, എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൽ നിന്ന് വേണം നമുക്ക് പേ എന്ന് വേണമെങ്കിൽ കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൽ തന്നെ നമുക്ക് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാം. ടോട്ടൽ എമൗണ്ട് വന്ന് 100 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ SBI ആണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, യൂണിയൻ ബാങ്ക് ഉണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങളുടെ ബാങ്ക് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് പേ നൗവിൽ പോവാം. ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ്, SBI, കോർപ്പറേഷൻ ക്രെഡിറ്റ് കാർഡ്സ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉണ്ട്, UPI ഉണ്ട്, UPI ID ഉണ്ട്, UPI QR കോഡുണ്ട്. ഞാൻ അധികം സെലക്ട് ചെയ്ത QR കോഡാണ്, അതാണ് എളുപ്പം. അപ്പോൾ സ്കാൻ UPI QR, ഇങ്ങനെയൊരു ഇൻ്റർഫേസ് QR കോഡായിരിക്കും നമുക്ക് കിട്ടുക. അതിൽ വെച്ചിട്ട് നമ്മളെ മൊബൈൽ, ഇപ്പോൾ GPay ആണെങ്കിലോ ഫോൺപേ ആണെങ്കിലോ അതൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ഡെബിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു റെസിപ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതിൻ്റെ ഒരു ഫയൽ നമ്പറും ഒരു QR കോഡൊക്കെ അടങ്ങിയ ഒരു റെസിപ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് കിട്ടിയ പേയ്മെൻറ്റ് റെസിപ്റ്റ് നമ്മളെ ഫോൾഡറിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അവരൊരു നെയിം എഴുതിയിട്ട് ഡേറ്റ് എഴുതിയിട്ട് ആ ഫോൾഡറിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുക. എപ്പോഴാണ് ആവശ്യം വരിക എന്നറിയില്ല. അപ്പോൾ റെസിപ്റ്റുകൾ എപ്പോഴും, പേയ്മെൻറ്റ് ചെയ്ത റെസിപ്റ്റുകൾ എപ്പോഴും ഒരു ലൈസൻസി ആണെങ്കിൽ, ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അതെപ്പോഴും സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ, അതായത് നമുക്ക് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് പെർമിറ്റ് ഫോം ഉണ്ടല്ലോ, അത് ഇതിൽ ഡ്രാഫ്റ്റായിട്ട് കിടക്കുന്നുണ്ടാവും. അത് പോയിട്ട് മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ പോയിട്ട് നമുക്ക് ഒരു മെസ്സേജോ അല്ലെങ്കിൽ അതൊരു അപ്രൂവ്ഡ് എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് ഇൻബോക്സിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഡ്രാഫ്റ്റ് എന്ന് എഴുതി അവിടെ അപ്രൂവ്ഡ് എന്നായിരിക്കും വരിക. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളൊന്ന് പ്രിൻ്റ് എടുത്ത് വെക്കുക. നമ്മൾ ചെയ്തു എന്നുള്ളൊരു തെളിവിന് വേണ്ടിയിട്ട്, ക്ലയൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോൾഡറിൽ സേവ് ചെയ്ത് വയ്ക്കുന്നത് നന്നായിരിക്കും.
ഹായ് ഫ്രണ്ട്സ്, കെ സ്മാർട്ടിൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഒന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കെ സ്മാർട്ടിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഡ്രോയിങ്ങോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മിതമായ നിരക്കിൽ അത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.